പൊന്നോ, എന്തൊക്കെയായിരുന്നു പുകില്. കൊല്ലസുധിയുടെ വൈഫ് രേണു ഒരാളുമായിട്ട് ബീച്ചിൽ അഴിഞ്ഞാടുന്നു, കെട്ടിപ്പിണർന്ന് നടക്കുന്നു എന്ന് വേണ്ട ഒരുപാട് ഗോസിപ്പുകളാണ് കുറച്ചു നേരം കൊണ്ട് നമ്മൾ കേട്ടത് കഴിഞ്ഞ ദിവസം. ശരിക്കും പറഞ്ഞ ഇപ്പൊ ഇത് കണ്ടില്ലേ, ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ. ഇത് അവരൊരു റീൽ എടുത്തത്. ആ റീലിനകത്ത് അവര് രണ്ടുപേരും മാത്രമല്ല, അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേര് അവർക്ക് പിന്നിലുണ്ട്. ഇപ്പൊ ആൾക്കാരെ കാണുമ്പോ അവര് രണ്ടുപേരും മാത്രമാണ് കാണുന്നത്. അതിനകത്ത് ആ രേണു ശരിക്കും സൈബർ അറ്റാക്ക് നേരിട്ടോണ്ടിരിക്കുകയാണ് കുറച്ച് നിമിഷങ്ങൾ കൊണ്ട്. അതായത് കഴിഞ്ഞ ദിവസം അത്രയ്ക്ക് ആ പെൺകുട്ടിയെ അത്രയ്ക്ക് ഹറാസ് ചെയ്യുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ ഫുള്ള്. ഈ ജനങ്ങളുടെ വലിയ പ്രശ്നം എന്താണെന്നറിയോ, ഈ ഹസ്ബൻഡ് ഇല്ലാത്ത രേണു എന്തിന് റീലെടുത്ത് ദാസേട്ടൻ കോഴിക്കോടുമായിട്ട് ബീച്ചിൽ വെച്ച് റീലെടുത്ത് ഒന്നും വേണ്ട, പല ഗോസിപ്പുകളാണ് ഒരു കുറച്ച് സമയം കൊണ്ട് നമ്മളെല്ലാം കേട്ടോണ്ടിരിക്കുന്നത്. ആ നെഗറ്റീവുകൾക്ക് ആ ഒരു വീഡിയോസിന്റെ ആ റീലെടുത്ത് ആ വീഡിയോസിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, ഫുള്ള് നെഗറ്റീവ്. അതിൽ 100ൽ 99% നെഗറ്റീവ്, 1% മാത്രമേ നമ്മൾ പോസിറ്റീവ് കാണുന്നുള്ളൂ. അതിൽ ഓരോരുത്തരും എല്ലാവർക്കും കുറേയൊക്കെ ആ രേണു തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നെ രേണു തന്നെ പറയുന്നുണ്ട്, ഞാൻ റിപ്ലൈ ചെയ്യുന്നില്ല, കാരണം ഞാൻ റിപ്ലൈ ചെയ്താലല്ലേ നിങ്ങൾ അതിന് വീണ്ടും നെഗറ്റീവ് ഇട്ടോണ്ടിരിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇനി ഞാൻ റിപ്ലൈ തരുന്നില്ല, നെഗറ്റീവിനൊന്നും ഞാൻ റിപ്ലൈ തരുന്നില്ല എന്നാണ് രേണു പറയുന്നത്. എന്തായാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഒക്കേത്തിന് നന്ദി പറയുന്നുണ്ട് രേണു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ഒരു കമന്റ് ബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫുള്ളി നെഗറ്റീവാണ്. അതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ നിന്ന് അവർക്കൊരു കൂടുതൽ ലളിതരാവത്തേ ഉള്ളൂ. ഓരോരോ റിപ്ലൈ കാണും തോറും അടുത്ത ആൾക്ക് അതിന്റെ നെഗറ്റീവ് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കാനേ തോന്നുള്ളൂ. അതുകൊണ്ട് ആ ഒരു പരിപാടി അങ്ങ് നിർത്തി വെക്കുന്നതാണ് നല്ലത്. എന്തായാലും കുരച്ചോണ്ടേയിരിക്കും ഈ നെഗറ്റീവ് പറയുന്നവർ, ഇങ്ങനെ കുരച്ചോണ്ടേയിരിക്കും. പട്ടികൾ അങ്ങനെ കുരച്ചിരിക്കത്തില്ലേ, അത് മൈൻഡ് ചെയ്യാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. ഇതിൽ വന്നൊരു കമന്റ് കേട്ടോ, ഒരാൾ ഇട്ടേക്കുവാണ്, സുധിച്ചേട്ടൻ ഉള്ളപ്പോൾ ഇങ്ങനെയൊക്കെ അഭിനയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്ര സീൻ ഉണ്ടാവത്തില്ലായിരുന്നു. ഇപ്പോ സുധിച്ചേട്ടൻ മരിച്ചപ്പോ രേണു ഇങ്ങനെയൊക്കെ അഭിനയിച്ചത് ആർക്കും അത്രയ്ക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ശരിയാണ്, മിക്കവരും ഒരേ ഒരു കാര്യം ഇതാണ്, സുധി ഉള്ളപ്പോൾ ഒരിക്കലും രേണുവിനെ ഈ ഒരു രീതിയിൽ അഭിനയിക്കാൻ വിട്ടിട്ടില്ല. അപ്പൊ സുധി മരണപ്പെട്ടപ്പോൾ രേണു ഈ രീതിയിൽ പോയത് ആർക്കും അത്രയ്ക്ക് ദഹിച്ചിട്ടില്ല. പിന്നെ വേറൊരാളിട്ടേക്കാണ് അതായത് ഒരു കുത്തുന്നൊരു വാക്കുണ്ട്. അതാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ എന്റെ സുധിച്ചേട്ടന്റെ ഓർമ്മയിൽ ജീവിക്കും. അതായത് സുധി മരണപ്പെട്ടിട്ട് കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ രേണുവിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് പറഞ്ഞതാണ്, എനിക്കിനി രണ്ടാം വിവാഹം ഒന്നും വേണ്ട, ഞാൻ എന്റെ സുധിച്ചേട്ടന്റെ ഓർമ്മയിൽ തന്നെ ജീവിക്കൂ എന്നുള്ളത്. അതാണ് ഇപ്പൊ ഓരോരുത്തർ കൊള്ളിച്ചുള്ളൊരു വാക്കായിട്ട് രേണു പറഞ്ഞ ആ വാക്ക് പെട്ടെന്നൊന്നും ആരും മറന്നിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞ ആ ഒരു കമന്റ് കുറെ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. അതായത് സുധിച്ചേട്ടന്റെ ഓർമ്മയിൽ ഞാൻ ജീവിക്കൂ എന്നുള്ളത്. അത് ഒരുപാട് ആൾക്കാർ ആ ഒരു കമന്റ് തന്നെ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഇത് കണ്ടപ്പോൾ വേറെ ഒരാൾ പറയുവാണ്, ഇത് കണ്ടപ്പോൾ സുധിച്ചേട്ടനെ ഓർത്ത് പാവം തോന്നിയെന്ന്. ജീവിച്ചിരുന്നപ്പോൾ വേറൊരാണിനെ കൊണ്ട് തൊടിയിച്ചിട്ടില്ലല്ലോ, ഇപ്പൊ ഒരാൾ തൊട്ട് എന്നുള്ളൊരു അർത്ഥത്തില്. അതായത് സുധിച്ചേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ ഒരാളുടെയും കൂടെ അഭിനയിക്കാൻ വിട്ടിട്ടില്ല. സുധിച്ചേട്ടൻ മരിച്ചപ്പോൾ ഒരാളിന്റെ കൂടെ കെട്ടിപ്പിണർന്നും ബീച്ചിൽ ഓടിക്കളിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ അഭിനയിക്കുന്നു എന്നതാണ് ഈ പറയുന്നത്. അതൊക്കെ ഒരു റീലല്ലേ, റീലും റിയലും തമ്മിൽ എന്തായാലും ഒരുപാട് വ്യത്യാസം. അത് ഇനി അവർക്കൊന്നും മനസ്സിലായിട്ടില്ലല്ലോ എന്നാണ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഈ നെഗറ്റീവ് പറയുന്നവർ ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ആ സുധിച്ചേട്ടന്റെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ടോ? ആ രേണുവും ആ മക്കളെയും എന്തെങ്കിലും രീതിയിൽ സഹായിച്ചിട്ടുണ്ടോ? ഒരു പെണ്ണ് അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നാലും അതിന് കുറ്റം പറയാൻ ഒരുപാട് ആൾക്കാർ കാണും. അതാണ് ഇപ്പോഴത്തെ കാലഘട്ടം, അങ്ങനെയാണ്. രേണുവും ദാസേട്ടനും തമ്മിലെടുത്ത ആ ഒരു റീല് ശരിക്കും പറഞ്ഞാൽ അതിന് പിറകിൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്. അതൊന്നും ആരും കാണുന്നില്ല. അവര് ആ പൊരി വെയിലത്ത്, എന്തുമാത്രം വെയിലും ചൂടും ഇപ്പോഴെന്ന് അറിയാമല്ലോ, ആ ഒരു വെയിലത്ത് ഇത്രയും കഷ്ടപ്പെട്ട് ആ ഒരു നല്ലൊരു റീല് നമുക്ക് മുന്നിലേക്ക് ഇട്ട് അപ്പോഴേക്കും വരുന്നത് നെഗറ്റീവുകൾ. അതിന് പുറകിൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്. ഈ നെഗറ്റീവ് ഇടുന്നവർക്ക് അതൊന്നും അറിയത്തില്ലേ? ആ ഒരു കടൽ തീരത്ത് മറ്റാരുമില്ല, വിജനമായ ഒരു സ്ഥലത്ത് അവര് രണ്ടുപേരും മാത്രം എന്നാണ് ഈ ആൾക്കാർ ചിന്തിക്കുന്നത്. എന്തായാലും ക്യാമറാമാൻ കാണും, അതിന്റെ മറ്റേത് ഒരുപാട് ആൾക്കാർ എന്തായാലും ഉണ്ട് അതിന് പുറകില്.
അതെല്ലാം എന്തേ നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ട് കാണിച്ചല്ലോ. അതിനകത്ത് ഒരുപാട് ആൾക്കാർ അതിന് വർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ നെഗറ്റീവ് ഇടുന്നവര് അതൊക്കെ ഒന്ന് ചിന്തിക്കുക. ഈ റീലിനെ കുറിച്ചിട്ടൊന്നും വലിയ അറിവോ കാര്യമോ ഒന്നും ഇല്ലാത്തവരായിരിക്കും ഈ മാതിരി കുറ്റവും കുറവും കണ്ടുപിടിക്കുന്നത്. ഈ റീൽ എടുക്കുന്ന സമയത്ത് ദാസേട്ടൻ വന്നിട്ട് രേണുവിന്റെ വയറ്റിൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗമുണ്ട്. ശരിക്കും അതൊക്കെയാണ് ആൾക്കാർക്ക് കുരു പൊട്ടാനുള്ള ഒരു കാരണം. ഇതൊക്കെ ഒരു എന്താ ഒരു അഭിനയമല്ലേ? കാരണം എന്ന് വെച്ചാൽ അത് റീൽസ് ചെയ്യുന്നവർക്കറിയാം, അതുമായിട്ട് ഒരുവിധം വിദ്യാഭ്യാസം ഉള്ളവർക്കും ഒക്കെ അറിയാം റീൽ ഏതാ റിയൽ ഏതാ എന്നൊക്കെ. അതിനും ഒരു നെഗറ്റീവായിട്ട് ശരിക്കും അവരുടെ മനസ്സിൽ ആ ഒരു സമയത്ത് വിചാരവോ ഒന്നും ആയിരിക്കത്തില്ല. അവരെങ്ങനെയെങ്കിലും അവരുടെ ആ ഒരു പ്രോഗ്രാം അത് ഷൂട്ട് ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു ചിന്താഗതി മാത്രമേ അവരുടെ മൈൻഡിൽ ഉണ്ടായിരിക്കത്തുള്ളൂ. അല്ലാതെ ഉടനെ വയറ്റിൽ കെട്ടിപ്പിടിക്കുമ്പോഴത്തേന് അവർക്ക് വികാരം ഉണ്ടായി മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നെഗറ്റീവുകൾ ഉണ്ടല്ലോ. അതൊക്കെ ഇനിയെങ്കിലും ഒന്ന് മാറ്റി മരണപ്പെട്ട ഭർത്താവിനെ ഓർത്തിട്ട് ആ പെൺകുട്ടി ജീവിതകാലം മുഴുക്കെ ആ റൂമിനകത്ത് ഇരിക്കണമെന്നാണോ ഈ നാട്ടുകാർ പറയുന്നത്? ഈ നെഗറ്റീവ് പറയുന്നവർ ചിന്തിക്കുന്നത് ശരിക്കും അവർക്ക് 2 കുട്ടികളുണ്ട്, അവരെ വളർത്തണ്ടേ? അവരകത്തിരുന്നു കഴിഞ്ഞാല് ഈ നെഗറ്റീവ് അടിക്കുന്നവർ വല്ലതും കഴിക്കാൻ കൊണ്ട് കൊടുക്കുവോ? അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുവോ? 1 കിലോ അരിയെങ്കിലും വാങ്ങി അവർക്ക് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഈ ചുമ്മാ വന്നിരുന്നിങ്ങനെ നെഗറ്റീവ് അടിക്കുമ്പോ അവരെ സഹായിക്കാൻ ആ രേണു മുന്നിട്ട് ഇറങ്ങിയെങ്കിൽ മാത്രമേ ആ വീടിന്റെ അടുപ്പ് പുകയത്തുള്ളൂ. അതൊന്നും ഇവർക്കൊന്നും അറിയില്ലേ? ചിലർക്ക് ഇപ്പോഴും ഒരു ചിന്താഗതിയുണ്ട്, വിധവകള് ചിരിക്കരുത്, സംസാരിക്കരുത്, പുറത്തിറങ്ങരുത്, ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത്, അങ്ങനെയുള്ള കുറെ നൂലാമലകളൊക്കെയാണ് ഇപ്പോഴും ചിലരുടെയൊക്കെ മനസ്സുകളിൽ ഉള്ളത്. ശരിക്കും അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം. കാരണം ആ കുടുംബത്തിന് വേറൊരു അത്താണി ഇല്ല. നെഗറ്റീവ് പറഞ്ഞ് ആ കുട്ടിയെ തളർത്താതിരിക്കും. രേണുവിന് 2 മക്കൾക്കും വല്ലതും കഴിക്കണമെങ്കിൽ ആ രേണു എന്തെങ്കിലും ജോലിക്ക് പോയെങ്കിലേ അത് നടക്കത്തുള്ളൂ. ആ കുട്ടിക്ക് അറിയാവുന്ന ഒരു ജോലിയാണ് ഇത്. ഇപ്പോഴായിരിക്കും അതിന്റെ സമയം അങ്ങനൊക്കെ ചെയ്യണമെന്ന് തോന്നിയത്. അത് മുന്നേ തന്നെ ചെറിയ ഇതൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴായിരിക്കും അതിനിങ്ങനെ ഒരു എന്താ പറയാ ഒരു വൈറലാവാൻ പറ്റിയ ഒരു സമയം ഇതായിരിക്കാം. എന്തായാലും അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ ഒരാൾ കമന്റ് ഇട്ടിരിക്കുകയാണ്, ഈ സുധിച്ചേട്ടന്റെ മൂത്ത മകൻ ഈ റീല് കാണാനിടയായാല് ആ കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന്. ശരിക്കും പറഞ്ഞാ എന്താ അവസ്ഥ? എത്രയോ ആൾക്കാര് എത്രയോ ആക്ടേഴ്സ് ഇങ്ങനെ ഇതൊക്കെ ദിലീപും എല്ലാം അഭിനയിച്ചൊരു സിനിമയല്ലേ? അപ്പൊ അതിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നോ? ഈ രേണു അഭിനയിച്ചപ്പോ എന്താ കുഴപ്പമെന്ത്? എന്തായാലും ആ ആളിന്റെ നെഞ്ചങ്ങ് പൊട്ടിപ്പോയി. അതായത് ഈ കമന്റ് ഇട്ട ആളിന്റെ നെഞ്ചങ്ങ് പൊട്ടിപ്പോകുന്ന കണക്കാണ് അയാളുടെ ഒരു കമന്റ്. ആ കുട്ടിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നാനില്ല. രേണുവിന് 2 മക്കൾക്കും വല്ലതും കഴിക്കണമെങ്കിൽ ആ രേണു എന്തെങ്കിലും ജോലിക്ക് പോയെങ്കിലേ അത് നടക്കത്തുള്ളൂ. ആ കുട്ടിക്ക് അറിയാവുന്ന ഒരു ജോലിയാണ് ഇത്. ഇപ്പോഴായിരിക്കും അതിന്റെ സമയം അങ്ങനൊക്കെ ചെയ്യണമെന്ന് തോന്നിയത്. അത് മുന്നേ തന്നെ ചെറിയ ഇതൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴായിരിക്കും അതിനിങ്ങനെ ഒരു എന്താ പറയാ ഒരു വൈറലാവാൻ പറ്റിയ ഒരു സമയം ഇതായിരിക്കാം. എന്തായാലും അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ ഒരാൾ കമന്റ് ഇട്ടിരിക്കുകയാണ്, ഈ സുധിച്ചേട്ടന്റെ മൂത്ത മകൻ ഈ റീല് കാണാനിടയായാല് ആ കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന്. ശരിക്കും പറഞ്ഞാ എന്താ അവസ്ഥ? എത്രയോ ആൾക്കാര് എത്രയോ ആക്ടേഴ്സ് ഇങ്ങനെ ഇതൊക്കെ ദിലീപും എല്ലാം അഭിനയിച്ചൊരു സിനിമയല്ലേ? അപ്പൊ അതിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നോ? ഈ രേണു അഭിനയിച്ചപ്പോ എന്താ കുഴപ്പമെന്ത്? എന്തായാലും ആ ആളിന്റെ നെഞ്ചങ്ങ് പൊട്ടിപ്പോയി. അതായത് ഈ കമന്റ് ഇട്ട ആളിന്റെ നെഞ്ചങ്ങ് പൊട്ടിപ്പോകുന്ന കണക്കാണ് അയാളുടെ ഒരു കമന്റ്. സുധിയുടെ മൂത്ത മകൻ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്നതാണ് അഭിനയവും മറ്റുമൊക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് ഒന്നും തോന്നാനില്ല. ആ കുട്ടി ഇതെല്ലാം കണ്ടും കേട്ടൊക്കെയാണ് ഇത്രയും വരെയും വളർന്നു വന്നിട്ടുള്ളത്. അതായത് ആ കുട്ടി ജനിച്ച് കുറച്ച് ചെറിയ പ്രായത്തിൽ തന്നെ അതിന്റെ അമ്മ വേറെ ആളുടെ കൂടെ ഇറങ്ങിപ്പോയി. അപ്പൊ ആ കുട്ടിയെ സ്റ്റേജിന്റെ ബാക്കിലൊക്കെ കൊണ്ടുവച്ചിട്ടാണ് ഈ സുധി ഈ സ്റ്റേജിൽ കയറി ഓരോ ആക്ടിങ്ങും കാര്യങ്ങളും ഒക്കെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ആ ചെറുപ്രായം മുതൽ തന്നെ ഈ സുധിയുടെ മകൻ ഇതെല്ലാം കണ്ടാ വളർന്നത്. അപ്പൊ ഈ രേണു ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്യുന്നതിന് അതിനൊന്നും ആ കുട്ടിക്ക് ഒരു കുഴപ്പവും കാണത്തില്ല. ഇതൊക്കെ കാണുന്ന നെഗറ്റീവ് ഇടുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവർക്കാണ് ഇത്രയ്ക്ക് അങ്ങ് കുഴപ്പം. എന്താ ഇതിനകത്ത് എന്ത് കുഴപ്പം? രേണു ആക്ട് ചെയ്യുന്നു, ക്യാഷ് വാങ്ങിക്കുന്നു, പോകുന്നു. അതിന്റെ ഒരു ജോലിയാണിത്. ആ കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ? ഇനി നെഗറ്റീവ് ഇട്ട് ആ കുട്ടിയെ തളർത്താതിരിക്കുക. ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവർ എല്ലാം തികഞ്ഞവരാണോ? അവരുടെയൊക്കെ വീടുകളിൽ എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുക.
എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അതെല്ലാം മറച്ചു വെച്ചിട്ട് അവരിങ്ങനെ വന്ന് നെഗറ്റീവ് ഇടാൻ കാണിക്കുന്ന ഒരു ബിരുദുണ്ടല്ലോ, അതൊന്നും കാണാതെ പോകരുത് ആരും. ശരിക്കും പറഞ്ഞ ഒരു പഴമൊഴി ഉണ്ടല്ലോ, ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ച കാണാൻ നല്ല ചേലായിരിക്കും എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥ. സത്യം പറഞ്ഞ ഈ ഒരു സീനൊക്കെ സെലിബ്രിറ്റികളൊക്കെ അന്ന് ആക്ട് ചെയ്തിരുന്നെങ്കിൽ ആഹാ ഇപ്പൊ പക്ഷെ അതായത് ഈ പാവപ്പെട്ടവരൊന്ന് ചെയ്തപ്പോൾ അപ്പൊ പറയുന്നത് എന്താ, ഓഹോ അതാണ് ഇപ്പോഴത്തെ കാലം.